بسم الله الرحمن الرحيم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد. നമ്മൾ ഇന്നത്തെ ക്ലാസ്സും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സും ഈ ഭ്രൂണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭ്രൂണവുമായി ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട ചില മസ്അലകളും അതേപോലെ തന്നെ ഹുക്കുമുകളുമാണ്. ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ അതേപോലെ തന്നെ ചില മതവിധികൾ. കാരണം കുറേ വിഷയങ്ങൾ ആളുകൾ സംശയങ്ങളായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഭ്രൂണവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇത് സൂറത്ത് അൽ മുഅ്മിനൂനിൽ 12 മുതലുള്ള ആയത്താണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്ത പരിണാമഘട്ടങ്ങളാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇവിടെ വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു. മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമൺ സത്തയിൽ നിന്ന്. സുലാലത്ത് എന്ന് പറഞ്ഞാൽ സത്ത, കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നത്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ ഇൻസാൻ അലിഫ് ലാം അഹദിൻ്റേതാണ്, പ്രത്യേക ഒരു ഇൻസാനാണ്. മനുഷ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആദമിനെയാണ് അള്ളാഹു കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ സന്തതികൾക്ക് അവരുടെ സൃഷ്ടിപ്പ് ആദമിൻ്റെ സൃഷ്ടിപ്പ് പോലല്ല. അതിനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة. എന്താ സുമ്മ ജഅൽനാഹു, പിന്നീട് നാം മനുഷ്യനെ ആക്കി തീർത്തു. നുത്ഫത്തൻ, നുത്ഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേതസ്കണം അല്ലെങ്കിൽ ബീജം, രേതസ്കണം ആക്കി തീർത്തു. എവിടെ? ഫി ഖറാരിൻ മക്കീൻ. ഖറാറും മക്കീൻ എന്ന് പറഞ്ഞാൽ വളരെ ഭദ്രമായ ഒരു സ്ഥാനം.
ഫി ഖറാരി മക്കീൻ, ഭദ്രമായ ഒരു സ്ഥാനത്ത്. സുമ്മ ജഅൽനാഹു, പിന്നെ നാം അവനെ ആക്കി തീർത്തു, നുത്ഫതൻ, ഒരു രേതസ്കണമായി, ബീജമായി, ഫി ഖറാരി മക്കീൻ, മക്കീനായ ഒരു ഖറാറിൽ, ഭദ്രമായ ഒരു സ്ഥാനത്ത്. സുമ്മ ഖലഖ്ന നുത്ഫത അലഖ, പിന്നീട് നാം നുത്ഫത്തിനെ സൃഷ്ടിച്ചു, അലഖതൻ, അലഖത്ത്, അലഖ് എന്നാണ് രക്തപിണ്ഡം. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ, അനന്തരം അലഖത്തിനെ നാം സൃഷ്ടിച്ചു മുദ്ഗതൻ, മുദ്ഗത്തെ, മുദ്ഗത്തെന്ന ചവച്ച് അരക്കാൻ പാകത്തിനുള്ള മാംസ കഷ്ണം. ലഹ്മുൻ ഫി മിഖ്ദാരി മാ യുംദഗ് എന്നാണ്, ചവച്ചതക്കാൻ വലിപ്പത്തിൽ പാകത്തിലുള്ള മാംസ കഷ്ണം. ഫഖലഖ്നൽ അലഖത മുദ്ഗ, ഫഖലഖ്നൽ മുദ്ഗത ഇദാമൻ, അനന്തരം നാം മുദ്ഗത്തിനെ, മാംസപിണ്ഡത്തെ പടച്ചു, സൃഷ്ടിച്ചു, ഇദാമൻ, അസ്ഥിയായി. ഫകസൗനൽ ഇദാമ ലഹ്മ, അതിൽ പിന്നെ നാം അസ്ഥിയെ പൊതിഞ്ഞു, ലഹ്മൻ, മാംസത്താൽ. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, അസ്ഥിയെ മാംസം കൊണ്ട് പൊതിഞ്ഞതിൽ പിന്നെ നാം അൻശഅനാഹു ഖൽഖൻ ആഖർ, അതിനെ നാം മറ്റൊരു സൃഷ്ടിയായി ഉണ്ടാക്കി. ഫതബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ. ഈ പരിണാമ ഘട്ടങ്ങളെ പിന്നിട്ടുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു, അവൻ തബാറക്, അനുഗ്രഹങ്ങൾ, നന്മകൾ പൂർണ്ണമായവനാകുന്നു, ഏറ്റവും നല്ല സൃഷ്ടാവുമാകുന്നു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു, അവൻ നന്മകൾ നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ അള്ളാഹു ആകുന്നു. ഇവിടെ ഈ ആയത്തിൽ, ഇതേപോലെ സൂറത്ത് ഹജ്ജിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ, വേറെയും വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, ഗർഭത്തിൽ അതിൻ്റെ പരിണാമഘട്ടങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ശാസ്ത്രീയമായിട്ട് ഇവിടെ വിശകലനം ആവശ്യമില്ല. ഇവിടെ നമുക്ക് മതപരമായിട്ട് അറിയേണ്ടതായ വിഷയങ്ങളുണ്ട്, അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനീനിന്, ജനീൻ എന്ന് പറഞ്ഞാൽ അതാണ് ഗർഭസ്ഥ ശിശു, ജനീൻ, ശുക്ലാണുവും അണ്ഡവും ചേർന്ന ഭ്രൂണം മുതൽ പ്രസവിക്കപ്പെടുന്നത് വരെയുള്ള ഗർഭത്തിലെ കുഞ്ഞ്, അതിനാണ് ജനീൻ എന്ന് പറയാം. ഈ ജനീനിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്, വലിയ സ്ഥാനമാണ്. ഒരു സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജനീനിനെ അള്ളാഹു നിശ്ചയിച്ചത് എവിടെയാണ്? ഫി ഖറാരിൻ മക്കീൻ, ഭദ്രമായ ഒരു സ്ഥാനത്താണ്, ഭദ്രമായ ഒരു സ്ഥാനത്താണ്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഖ്ലുഖുകും ഫി ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ ബഅദ ഖൽഖിൻ ഫി ദുലുമാതിൻ സലാസ്. എന്താ? യഖ്ലുഖുകും, അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുന്നു, ഫി ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ, ഉമ്മമാരുടെ വയറുകളിൽ, ഖൽഖൻ ബഅദ ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിനപ്പുറം മറ്റൊരു സൃഷ്ടിപ്പ് എന്ന നിലക്ക്, ഒരു സൃഷ്ടിപ്പ് പിന്നൊരു സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പിന്നെ പരിണാമഘട്ടങ്ങളിലേക്ക് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. നുത്ഫത്ത്, പിന്നെ അലക്കത്ത്, പിന്നെ മുദ്ഗത്ത്, പിന്നെ
ഇളാമ്, പിന്നെ ഇളാമിനെ ലഹ്മ് കൊണ്ട് പുതിയ, ഇങ്ങനെ ഖൽഖൻ ബഅദ ഖൽഖ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ എങ്ങനെ നടത്തുന്നത്? ഫീ ദുലുമാത്തിൻ സലാസ്, 3 ദുലുമാത്തുകളിലാണ്. ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരം, 3 ദുലുമാത്തിലാണ്. ചിലർ പറഞ്ഞത് 3 പർദ്ദകൾക്കുള്ളിൽ നിന്നാണ്. 3 പർദ്ദകൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉദരമാകുന്ന ദുലുമാത്തുൻ സലാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉദരാണ്, 2 ഗർഭമാത്രമാണ്, 3 ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന പാടയാണ്. ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന പാടയാണ്. ചിലർ ഈ ദുലുമാത്തുൻ സലാസ് എന്നുള്ളത് ഗർഭപാത്രവും അതിനകത്തുള്ള 3 ഇപ്പോൾ പ്ലാസൻ്റ, അതേപോലെ തന്നെ ഈ ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന പാട, അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖൻ ബഅദ ഖൽഖ് ആയിക്കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുകയാണത് ഫീ ദുലുമാത്തിൻ സലാസ്, 3 ദുലുമാത്തുകളിലായിട്ടാണ്. അതൊന്ന് ഉദരം, ഗർഭപാത്രം, പിന്നെ ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞു നിൽക്കുന്നതായ പാട. ഇവക്കുള്ളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ സൃഷ്ടിക്കുകയാണ്? ഈ ജനീനിനെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിഗണന നൽകിയിട്ടാണ് ഒരു ഗർഭസ്ഥ ശിശുവിനെ പടക്കണത്. പിന്നെ ഈ ജനീനിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഉമ്മ ഗർഭിണിയാണ് എങ്കിൽ ആ ഗർഭിണിക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയില്ല. ഗർഭിണിക്ക് നോമ്പ് നിർബന്ധമല്ല. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭിണിക്ക് നോമ്പ് നിർബന്ധമാക്കാതിരിക്കാൻ കാരണം? ഈ ജനീനിനെ പരിഗണിച്ചിട്ടാണ്, ആ ഉമ്മനെയും പരിഗണിച്ചിട്ടാണ്. ഉമ്മക്കും പരിഗണനയുണ്ട്, ജനീനിനും പരിഗണനയുണ്ട്. അത് ജനീനിന്, ഈ ഗർഭസ്ഥ ശിശുവിന് ഇസ്ലാമിനുള്ള പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അനസ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അനസ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരന് നമസ്കാരം 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി ഇളവ് നൽകി. ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പിലും ഇളവ് നൽകി. ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പിലും ഇളവ് നൽകി. അപ്പോൾ അത് ഈ ജനീനിനുള്ള പരിഗണനയാണ്, ജനീനിനുള്ള ഗർഭസ്ഥ ശിശുവിനുള്ള ഇസ്ലാമിലുള്ള പരിഗണനയാണ്. ഇതേപോലെ ഗർഭസ്ഥ ശിശുവിൻ്റെ പരിഗണന അറിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഗാമിദിയ വന്നത്. ഗാമിദിയ എന്ന ജുമാന മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, അവിഹിത ബന്ധത്തിലേർപ്പെട്ടു. അങ്ങനെ മായിസ് തൗബ ചെയ്തു, ഈ ജുമാന അൽ ഗാമിദിയയും തൗബ ചെയ്ത്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറ്റസ്ഥിരീകരണം അവർ നടത്തിയതിൽ പിന്നെ മായിസിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കി. ജുമാന അൽ ഗാമിദിയ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ നടപ്പിലാക്കിയില്ല, ഒറ്റയടിക്ക്. എന്ത് കാരണം പറഞ്ഞത് അവരുടെ വയറ്റിലുള്ള കുഞ്ഞാണ്. മനസ്സിലായില്ലേ? പിന്നെ ഗാമിദിയാണ് തെറ്റുകാരി, അവൾ ഗർഭിണിയാണ്, അവർ ഗർഭിണിയാണ് ആ ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ജനീനിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവരിൽ എന്ത് ചെയ്തില്ല? അവരിൽ ശിക്ഷ നടപ്പിലാക്കിയില്ല. അവരോട് പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. അവർ പ്രസവിച്ചു വന്നപ്പോൾ കുട്ടിക്ക് മുലയൂട്ടേണ്ട പ്രായമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മുലയൂട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് മുല കൂടി നിർത്തിയതിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞ്, അങ്ങനെ പിന്നെ ഗാമിദിയ എന്ന ജുമാന എന്ന ഗാമിദിയ അവർ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? അവരിൽ ശിക്ഷ നടപ്പിലാക്കിയത്. അത് ഇസ്ലാമിൽ ഈ ഒരു ജനീനിനുള്ള ഗർഭസ്ഥ ശിശുവിനുള്ള അവകാശമാണ് അറിയിക്കുന്നത്. ഇതേപോലെ മൂന്നാമതൊരു സംഭവം, ഹുദൈൽ ഗോത്രത്തിലെ 2 സ്ത്രീകൾ, ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു. ആ സ്ത്രീയെ മറ്റൊരു സ്ത്രീ എന്ത് ചെയ്ത്? കല്ലെറിഞ്ഞിട്ട് അവരെ കൊന്ന്, അവരെ തല പിളർന്ന് അങ്ങനെ അവർ മരിച്ച്. അവർ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആ ഗർഭത്തിലുള്ള കുട്ടിയും മരിച്ച്, പെണ്ണും ഗർഭിണിയായ ഉമ്മയും മരിച്ച്, കുട്ടിയും മരിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജനീൻ ഈ അടി കാരണത്താൽ കൊല്ലപ്പെട്ടപ്പോൾ അവരിൽ ഒരു ഖുർറത്ത് വിധിച്ചു എന്നാണ്.
ഗുർറത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ബ്ലഡ് മണി ഉണ്ടല്ലോ, ഒരാൾ കൊന്നാലുള്ള ബ്ലഡ് മണി, അത് ഗർഭസ്ഥ ശിശുവാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ അതിന് നിശ്ചയിക്കുന്നത് ഗുർറത്താണ്. ഗുർറത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടിമയുടെ വിലയാണ്, ഒരടിമയുടെ വില. അത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ ബ്ലഡ് മണിയായിട്ട് നിശ്ചയിക്കേണ്ടത് 100 ഒട്ടകമാണ്. 100 ഒട്ടകം അല്ലെങ്കിൽ ആ 100 ഒട്ടകത്തിൻ്റെ സംഖ്യ മനസ്സിലല്ലേ. ഗർഭസ്ഥ ശിശുവാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ അതിനൊരു ഗുർറത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10-1 പകുതിയാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് നൽകേണ്ട ദിയ ഉണ്ടല്ലോ, ആ ദിയയുടെ ദായധനം, ആ ദിയയുടെ 10-1 പകുതിയാണ്. എന്ന് പറഞ്ഞാൽ 5 ഒട്ടകങ്ങൾ, 5 ഒട്ടകം. ആ 5 ഒട്ടകമാണ് ഒരു അടിമയുടെ വില. അതാണ് ഈ ജനീനിന് അത് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൽകേണ്ടതായ ഹുറത്ത്, എന്ത് ദിയ. അപ്പം എന്താ, ഒന്നുകൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. അതായത് ഹുദൈൽ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, ആ ഗോത്രത്തിൽ തന്നെയുള്ള ബനൂ ലഹ്യാൻ എന്ന ഉപഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ തലക്ക് അടിച്ച്, അവൾ ഗർഭിണിയായിരുന്നു. ആ സ്ത്രീ മരിച്ച്, അവരുടെ കുട്ടിയും മരിച്ച്. ഈ സ്ത്രീയെ കൊന്നതിന് അവരെ കൊല്ലാൻ ഖിസാസായിട്ട്, പ്രതിക്രിയയായിട്ട് കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി പറഞ്ഞു. പക്ഷേ ഈ കുട്ടി വധിക്കപ്പെട്ടതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, അവർക്കൊരു ഉറത്ത് വിധിച്ചെന്ന് അവരോട്, എന്ന് പറഞ്ഞാൽ 5 ഒട്ടകങ്ങളെ നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജനീനിന്, ഗർഭസ്ഥ ശിശുവിന് ഇസ്ലാമിൽ എന്തുണ്ട്, അതിൻ്റേതായ വിലയും സ്ഥാനവുമുണ്ട് എന്നർത്ഥം. അതിനെ ഒരാൾ അതിൻ്റെ ജീവൻ അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ദിയ നൽകണം. ആ ദിയ ഒരു ഉറത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഒട്ടകങ്ങൾ. ഇതേപോലെ ഈ ജനീനിൻ്റെ സ്ഥാനം ഇസ്ലാമിൽ അറിയിക്കുന്ന കുറേ വിധികളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ പലതും ഇനി നമ്മളുടെ ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരും. അടുത്ത ക്ലാസ്സിൽ കുറേ വിഷയങ്ങൾ വരും. ഇവിടെ ആയത്തിൽ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് ആദമിൻ്റെ സൃഷ്ടിപ്പിലേക്കുള്ള സൂചനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾക്ക് ആദമിൻ്റെ സൃഷ്ടിപ്പല്ല, അതൊരു പ്രത്യേക സൃഷ്ടിപ്പാണ്. ഹവ്വായുടെയും പ്രത്യേക സൃഷ്ടിപ്പാണ്. അതേസമയം അവരുടെ സന്തതികൾക്ക് അല്ലാഹു നിശ്ചയിച്ചത്, ആദം സന്തതികൾക്ക് അല്ലാഹു നിശ്ചയിച്ചത് ഈ പരിണാമഘട്ടങ്ങളാണ്. തുടർന്ന് പറയുന്നതായി ഈ പരിണാമ ഘട്ടങ്ങളാണ്. നുത്ഫത്ത്, അലഖത്ത്, മുദ്ഗത്ത്, പിന്നീട് ഇളാമ്, പിന്നീട് ആ ഇളാമിനെ പൊതിയുന്ന ലഹ്മ. ഇങ്ങനെയാണ്. അതിലേക്ക് നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. ആദ്യം ലഹ്മുണ്ടായി, ലഹ്മാണ് ഇളാമായിട്ട് പരിണമിക്കുന്നത്. ലഹ്മുണ്ടായിട്ട് ലഹ്മാണ് ഇളാമായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ ലഹ്മ് ഇളാമായതിനെ പൊതിയാൻ വേറെ ലഹ്മ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് ഇവിടുന്ന് ഇതിലായത്തിൽ അങ്ങനെ ഉണർത്തുന്നുണ്ട്. ഇവിടെ നുത്ഫ, ഗർഭപാത്രത്തിൽ ഭ്രൂണത്തിൻ്റെ പ്രഥമ അവസ്ഥ എന്താണ്? അത് നുത്ഫയാണ്. നുത്ഫ എന്ന് പറഞ്ഞാൽ അതാണ് രേതസ്കണം. നുത്ഫ അത് അണ്ഡാശയവുമായി ശുക്ലാണു സങ്കലിച്ചാൽ, ബീജസങ്കലനം നടന്നാൽ പിന്നെ നുത്ഫത്തുൻ അംഷാജാണ്. നുത്ഫത്തുൻ അംഷാജ്, അതിനാണ് സിക്താണ്ഡം എന്ന് പറയാം. സിക്താണ്ഡം. സ്ത്രീയുടെ ബീജത്തിനും നുത്ഫ എന്ന് പറയും, പുരുഷൻ്റെ ബീജത്തിനും നുത്ഫ എന്ന് പറയും. സ്ത്രീ എന്ത് ചെയ്യും? സ്ഖലിക്കും, സ്ത്രീക്ക് സ്ഖലനം ഉണ്ടാകും, അതിന് നുത്ഫ എന്ന് പറയും. പുരുഷൻ്റേതിനും നുത്ഫ എന്ന് പറയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ അല മാ ഉർ റജുലി മാ അൽ മർഅത്തി, പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ ബീജത്തെ മികച്ചാൽ, അപ്പോൾ പുരുഷൻ്റെ ചേലായിരിക്കും എന്ന്, പുരുഷനോടായിരിക്കും കുട്ടിക്ക് ചേല് കൂടുതൽ, ചേലൊക്കൽ എന്നൊക്കെ പറഞ്ഞില്ലേ. അവിടെ റസൂലുള്ള മാ ഉർ റജുലും പറഞ്ഞു, മാ ഉൽ മർഅയും പറഞ്ഞു. പെണ്ണിനും
ബീജമുണ്ട്, അതേപോലെ തന്നെ ആണിനും ബീജമുണ്ട്. രണ്ടിനും നുത്ഫ എന്ന് പറയും. പെണ്ണിൻ്റെ അണ്ടം അതാണ് ബുയൈദ എന്ന് പറയാം, അറബിയിൽ ബുയൈദ അണ്ടം. പുരുഷൻ്റെ ശുക്ലാണു അതിനാണ് ഹയവാൻ മനവി എന്ന് പറയാം. അണ്ടവും ശുക്ലാണുവും, ഈ അണ്ടവും ശുക്ലാണുവും അണ്ടത്തിലേക്ക് ശുക്ലാണു പ്രവേശിച്ചാൽ അതാണ് നുത്ഫത്തുൻ അംഷാജ്, സിക്താണ്ടം. ഇവിടെ ഒരു മസ്അല ഉള്ളത്, ഈ നുത്ഫത്തുൻ അംഷാജ് അത് നജസാണോ അല്ലേ? കർമ്മശാസ്ത്രത്തിൻ്റെ മസ്അലയാണ്. നുത്ഫത്തുൻ അംഷാജ് അത് നജസാണോ അല്ലേ? ഹനഫികളും മാലിക്കികളും നുത്ഫത്തുൻ അംഷാജ് അല്ലെങ്കിൽ നുത്ഫ അത് നജസാണ് എന്ന വാദക്കാരാണ്. എന്നാൽ സഹീഹായ അഭിപ്രായം, ശരിയായ അഭിപ്രായം ഷാഫിഇയ്യാക്കളും അതേപോലെ തന്നെ ഹംബലി ഫുഖഹാക്കളും പറഞ്ഞതുപോലെ നുത്ഫ എന്തല്ല, അത് നജസല്ല, അത് താഹിറാണ്, അത് താഹിറത്താണ്, ശുദ്ധമാണ്. മനീ നജസാണോ അല്ലേ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. മനീ, നമ്മൾ സ്രവിക്കുന്ന മനീ നജസാണോ അല്ലേ? ഹനഫികൾ പറയുന്നത് മനീ നജസാണെന്നാണ്. അതേസമയം ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത് മനീ നജസല്ല എന്നാണ്, മനീ താഹിറാണ്. മനീ പുറപ്പെട്ടാൽ ശരിയാണ്, നമ്മൾ കുളിക്കണം, മനീ ആയത് കഴുകണം. മനീ ഉണങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അത് ചുരണ്ടി വൃത്തിയാക്കണം. പക്ഷേ മനീ നജസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യന്മാർ മനീയിൽ നിന്നുണ്ടാണത്, മനുഷ്യന്മാരുടെ അസല് നജസാണെന്ന് വരും, അസല് നജസാണ് വരും. അതേപോലെ തന്നെയാണ് നുത്ഫത്തുൻ അംഷാജ് അല്ലെങ്കിൽ നുത്ഫ നജസാണെന്ന് പറഞ്ഞാൽ. മനുഷ്യൻ്റെ പിന്നെ സൃഷ്ടിപ്പിൻ്റെ പരിണാമഘട്ടങ്ങളിൽ പ്രഥമഘട്ടമാണിത് അല്ലേ? ശുക്ലാണു അണ്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതാണ് നുത്ഫത്ത് അല്ലെങ്കിൽ നുത്ഫത്തുൻ അംഷാജ്. അത് നജസാണെന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു പരിണാമഘട്ടം അത് നജസിൻ്റെ ഘട്ടമാണ് എന്ന് വരും. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീക്ഷണം, ഹനഫികളുടെ വീക്ഷണം അല്ലെങ്കിൽ മാലിക്കുകളുടെ വീക്ഷണം ഈ വിഷയത്തിൽ അത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖറാറും മക്കീനിലാണ് ആരെ നിശ്ചയിച്ചത്? നുത്ഫയെ നിശ്ചയിച്ചത്. നുത്ഫ, ഇവിടെയാണ് നമുക്ക് ചില വിഷയങ്ങൾ പിന്നെ വളരെ ആയത്തിൽ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നുത്ഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പിന്നെ ശുക്ലാണുവും അണ്ടവും സങ്കലിച്ച് ബീജസങ്കലനം നടന്നതിന് ശേഷമുള്ള പിന്നെ ഭ്രൂണത്തിൻ്റെ അവസ്ഥയാണ്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഖറാറും മക്കീനിലാണ്, ഭദ്രമായ ഒരു സ്ഥാനത്താണ്, ഭദ്രമായ സ്ഥാനത്താണ്. മക്കീൻ എന്നുള്ള പ്രയോഗവും ഖറാർ എന്നുള്ള പ്രയോഗവും ഒരുപോലെ രണ്ടും അറിയിക്കുന്നത് എന്താണ്? ഭദ്രതയാണ്, സുരക്ഷിതത്വം, ഭദ്രത എന്നുള്ളതാണ് അറിയിക്കുന്നത്, രണ്ടും അറിയിക്കുന്നത്. അവിടെ വെച്ചാണ് ഏത് നടക്കുന്നത്? ശുക്ലാണു അണ്ടത്തിൽ പ്രവേശിച്ചിട്ട് പിന്നീട് ആ അണ്ടം സ്ഥിതി ചെയ്യുന്നത് അള്ളാഹു അവിടെയാണ് നിശ്ചയിച്ചത്. ക്ലോണിങ്ങും അതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു, ക്ലോണിങ്, ടെസ്റ്റ് ട്യൂബ് ശിശു, ഈ രണ്ട് മസാലകൾ ഇത് ആധുനിക മസാലകളാണ്. 977 നവംബർ 10 ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്നത്, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു 977. അതിൽ പിന്നെ ക്ലോണിങ്ങിൻ്റെ വിഷയം വന്നത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ക്ലോണിങ്ങിനെ എതിർത്തു, അതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ എതിർത്തു. എന്താണ് എതിർക്കാൻ കാരണം? ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ എതിർത്തു എന്ന് പറയുമ്പോൾ അതിൽ വിശദീകരിച്ച് ചില വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചില പ്രത്യേക അവസ്ഥകളും വേറിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എതിർക്കാൻ കാരണം ഈ നുത്ഫ
അത് ആവേണ്ടത് എവിടെയാണ്? അത് സ്ഥിതി ചെയ്യേണ്ടതും ആവേണ്ടതും ഈ ഖറാറും മക്കീനിലാണ്, ഭദ്രമായ ഉറച്ച ഒരു സ്ഥാനത്താണ്. ടെസ്റ്റ് ട്യൂബ് ശിശു അതേപോലെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരിക്കലും ഭദ്രത ഉണ്ടാകണില്ല. ഒരു കുട്ടിക്ക് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാതാവിനോടുള്ള ബന്ധം 2 നിലക്കും പിതാവിനോടുള്ള ബന്ധം 1 നിലക്കുമാണ്. ശർഈയായ ഒരു ഉമ്മയാകണമെങ്കിൽ, ഒരു കുട്ടിയുടെ ഉമ്മ ഒരു സ്ത്രീ ആകണമെങ്കിൽ ആ കുട്ടിക്ക് ഉമ്മയോട് 2 നിലക്ക് കണക്ഷൻ വേണം. ഒന്ന്, തക്വീന്, ഞാൻ അതിൻ്റെ അറബി എഴുതാം, എന്നിട്ട് ഞാൻ അതിൻ്റെ മലയാളം ഉദ്ദേശം ഞാൻ പറയാം. തക്വീന് വിറാസത്ത്. 2, ഹംല്, വിലാദത്ത്, ഹബാനത്ത്. മതത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രകൃതിയുടെയും ഒക്കെ തേട്ടത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാകണമെങ്കിൽ ആ ഉമ്മയായിരിക്കണം ഈ കുഞ്ഞിന് ജന്മം നൽകേണ്ടത്, അതിനുണ്ടാക്കേണ്ടത്. അതേപോലെ തന്നെ ആ കുഞ്ഞിലേക്ക് ഉമ്മയിലൂടെ എന്ത് വേണം? വിറാസത്ത് വേണം. എന്താ വിറാസത്ത് പറഞ്ഞാൽ? അനന്തരത്തല്ല ഇവിടെ, അതായത് ഈ പൈതൃകം കൈമാറൂലേ, ജീനുക്കളെ കൈമാറൂലേ, അതാണ്. ഉമ്മയിൽ നിന്ന് വിറാസത്ത് ഉണ്ടാകണം, ഉമ്മ തക്വീൻ നൽകണം. ഇത് രണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ എന്താ വേണ്ടത്? ഇത് രണ്ടും കിട്ടണമെങ്കിൽ എന്താ കിട്ടേണ്ടത്? ബുയയുന്ന. എന്താ ബുയയുന്നാണ്? അണ്ടം. ഈ സ്ത്രീ അണ്ടം നൽകിയാലാണ് എന്തുണ്ടാകുക? സ്ത്രീ തക്വീൻ നൽകുക. തക്വീൻ എന്ന് പറഞ്ഞാൽ ആ അണ്ടമാണ് പിന്നെന്തായിട്ട് മാറണത്? ആ ഭ്രൂണമായി, അലക്കത്തായി, പിന്നെ നുത്തുഫത്ത്, പിന്നെ അലക്കത്ത്, ഇതൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഉമ്മയുടെ അണ്ടമാണ് എന്ത് ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്. അതാണ് തക്വീൻ. കവ്വന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, തക്വീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കൽ. പിന്നെ മാത്രമല്ല, ഈ അണ്ടമാണ് ഉമ്മയുടെ ജീനുക്കൾ ആർക്ക് കൈമാറുന്നത്? ഈ കുഞ്ഞിന് കൈമാറുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് ഒരു കുഞ്ഞിലേക്ക് ഈ അണ്ടത്തിലൂടെ തക്വീനും വിറാസയും ഒരു സ്ത്രീ നൽകുന്നുവെങ്കിൽ ആ സ്ത്രീയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ. മതത്തിൽ, ബുദ്ധിയിൽ, പ്രകൃതിയിൽ. രണ്ടാമത്തേത്, ഉമ്മയാകണമെങ്കിൽ ആ ഉമ്മ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ ഹംല്, ഗർഭം വഹിക്കണം. 2, ആ ഉമ്മ ഈ കുഞ്ഞിനെ വിലാദത്ത്, പ്രസവിക്കണം. പിന്നെ ആ ഉമ്മ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഹദാനത്ത് ചെയ്യണം. ഹദാനത്ത് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കണം, മുലയൂട്ടി പരിപാലനം. ഉമ്മയുടെ പരിപാലനം, അതേപോലെ തന്നെ ഉമ്മയുടെ ഗർഭധാരണം, പ്രസവം. ഇത് 3 ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഉമ്മയുടെ എന്ത് വേണം? ഇത് 3 കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ഉമ്മൻ്റെ റഹീം എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭപാത്രം. ഉമ്മൻ്റെ ഗർഭപാത്രത്തിലായിരിക്കണം ഈ കുഞ്ഞിനെ ഗർഭം വഹിക്കേണ്ടത്. ആ ഗർഭപാത്രമായിരിക്കണം ഈ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത്. മനസ്സിലായല്ലേ? അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ളതായ ഹദാനത്ത്, പരിപാലനം, അത് ആരിൽ നിന്നുണ്ടാകണം? ഈ ഉമ്മക്കുണ്ടാകണം. അപ്പോൾ ഒരു പേരെഴുതാം നമുക്ക്. സെയ്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മഹദിയാകണമെങ്കിൽ രണ്ട് നിലക്ക് സെയ്ദിനോട് ഫാത്തിമ ബന്ധപ്പെടണം. ഒന്ന്, ഫാത്തിമയായിരിക്കണം സെയ്ദിന് തക്വീനും വിറാസത്തും. അതിനെന്ത് വേണം?
ഫാത്തിമൻ്റെ അണ്ടമായിരിക്കണം സെയ്ദിൻ്റെ ഉണ്മക്കും വിറാസത്തിനും കാരണമാകേണ്ടത്. 2, ഫാത്തിമയായിരിക്കണം സെയ്ദിനെ എന്ത് ചെയ്യേണ്ടത്? ഗർഭം ധരിക്കേണ്ടത്, പ്രസവിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്. അതിനെന്ത് വേണം? അതിനെന്താ വേണ്ടത്? ഫാത്തിമൻ്റെ ഗർഭപാത്രത്തിൽ ആര് വളരണം? സെയ്ദ് വളരണം. മനസ്സിലാണ്ടോ? ഈ 2 നിലക്കുമുള്ള ബന്ധം ഫാത്തിമക്ക് സെയ്ദിനോടുണ്ട് എങ്കിൽ സെയ്ദിൻ്റെ ഉമ്മയാണ് ആര്? ഫാത്തിമ. ശറഇൽ, മതത്തിൽ, പ്രകൃതിയിൽ, മനുഷ്യബുദ്ധിയിൽ. ഇനി ഒരു വ്യക്തി സെയ്ദിൻ്റെ വാപ്പയാകണമെങ്കിൽ, ഇപ്പം സെയ്ദിൻ്റെ വാപ്പ ഉമർ ആകണമെങ്കിൽ സെയ്ദിൻ്റെ തക്വീനും ഉണ്ടാക്കൽ, അതും വിറാസത്തും ആരായിരിക്കണം? വാപ്പയായിരിക്കണം. ഈ വാപ്പ അത് സെയ്ദിന് ഉണ്മ നൽകലും അതേപോലെ തന്നെ പൈതൃകം നൽകലും ഏത് മുഖാന്തര? ഉമ്മൻ്റെ പറഞ്ഞ് അണ്ടം, ഗർഭപാത്രം, നുത്ഫത്ത് എന്ന് പറയുന്നതിൽ ഒന്നും കൂടി മനി. അപ്പോൾ ഉമറിൻ്റെ മനീയായിരിക്കണം സെയ്ദിനെ ഉണ്ടാക്കുന്നത്. ആ മനീയ് സെയ്ദിന് ജന്മം നൽകുമ്പോൾ സെയ്ദിന് ഉണ്ടാക്കലുമായി, സെയ്ദിന് വാപ്പാൻ്റെ വിറാസത്ത് നൽകലുമായി, അല്ലേ? വാപ്പാൻ്റെ ജീനുക്കളെ, പൈതൃകത്തെ എങ്ങനെയാണ് സെയ്ദിന് കൈമാറണത്? അത് മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ടിരുന്നതല്ല. പിന്നെയോ ഉമറിൻ്റെ മനീയിൽ സെയ്ദ് ഉണ്ടാകുമ്പോൾ തക്വീനുമായി, വിറാസത്തുമായി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ്, അടിസ്ഥാനമാണ്. ഈ ഖായിദ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ടെസ്റ്റ് ട്യൂബ് ശിശു അല്ലെങ്കിൽ ക്ലോണിങ് ഇതിൻ്റെയൊക്കെ മുസീബത്ത് എന്താണെന്ന് മനസ്സിലാകുക. മതത്തിൽ, ഷറഇൽ, അതേപോലെ തന്നെ അഖലിൽ, ബുദ്ധിയിൽ, തബീഅയിൽ, പ്രകൃതിയിൽ എപ്പോഴാണ് ഒരു പെണ്ണ് ഒരു കുട്ടിൻ്റെ അമ്മയാകുക? എപ്പോഴാണ് ഒരു ബാപ്പ, ഒരു വ്യക്തി ഒരു കുട്ടിൻ്റെ പിതാവാകുക? അത് പിതാവാകണമെങ്കിൽ തക്വീൻ, വിറാസത്ത്, അതിലൂടെ വാപ്പാക്ക് മകനോട് ബന്ധം ഉണ്ടാകണം. ഉമ്മയാകണമെങ്കിൽ 2 നിലക്ക്, തക്വീൻ, വിറാസ, അതേപോലെ ഹംല്, വിലാദത്ത്, ഹദാനത്ത്. ഈ 2 നിലക്കുള്ള ബന്ധം ഉമ്മാക്ക് ആ കുട്ടിയോടുണ്ടായിരിക്കണം. ഇത് വിഷയം മനസ്സിലായ? അപ്പോൾ ഉമ്മൻ്റെ അണ്ടമായിരിക്കണം കുഞ്ഞിന് തക്വീൻ നൽകേണ്ടത്, വിറാസത്ത് നൽകേണ്ടത്, ഉണ്മ നൽകേണ്ടത്, പൈതൃകം നൽകേണ്ടത്. ഉമ്മൻ്റെ ഗർഭപാത്രമായിരിക്കണം കുഞ്ഞിനെ വഹിക്കേണ്ടത്, ഗർഭം ധരിക്കേണ്ടത്, കുഞ്ഞിനെ പ്രസവിക്കേണ്ടത്, അങ്ങനെ കുഞ്ഞിനുള്ള പരിപാലനം നൽകേണ്ടത്. അപ്പോൾ ഈ 2 നിലക്ക് ഒരു ഉമ്മാക്ക് ആരോട് ബന്ധമുണ്ട്? കുഞ്ഞിനോട് ബന്ധമുണ്ട്. ഈ ബന്ധം ഉണ്ടെങ്കിലാണ് മതത്തിൽ ഈ പെണ്ണിൻ്റെ മകന് ഈ സെയ്ദാവുള്ളൂ. വാപ്പ തക്വീനിലൂടെ, വിറാസയിലൂടെ മകനോട് ബന്ധപ്പെടണം. അതിന് വാപ്പാൻ്റെ മനീയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ സെയ്ദിന്, കുഞ്ഞിന് ജന്മം നൽകേണ്ടത്. അപ്പോഴാണ് ഷറഇൽ ഈ വാപ്പ ഈ കുഞ്ഞിൻ്റെ വാപ്പയാകുക, ഈ വ്യക്തി കുഞ്ഞിൻ്റെ വാപ്പയാകുക. തയ്യും. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് ട്യൂബ് ശിശു, ഇപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു 1977 വന്നപ്പോൾ ഒരു പെണ്ണ് എന്ത് ചെയ്തു? മറ്റൊരു പെണ്ണിൻ്റെ ഗർഭപാത്രം വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളെ വാടകയ്ക്ക് വാങ്ങി. എന്നിട്ട് ഇവളുടെ അണ്ടമെടുത്ത്, ഭർത്താവിൻ്റെ ശുക്ലവും എടുത്ത് എന്ത് ചെയ്ത് അതിനെ ടെസ്റ്റ് ട്യൂബിൽ സങ്കലിപ്പിച്ചതിന് ശേഷം ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ
ഭ്രൂണത്തെ വളർത്തി ഭ്രൂണം വെച്ചിട്ട് ഭ്രൂണത്തെ വളർത്തി അങ്ങനെ ആ സ്ത്രീ പ്രസവിക്കുന്നതിന് മുമ്പ് ഇത്തിഫാക്കുണ്ട്, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ തരണം എന്ന്. ആരാണ് അണ്ടം കൊടുത്തത് ഓള് പറഞ്ഞ് കുട്ടീനെ തരണം. പക്ഷെ അതിപ്പോഴും അത് വലിയ കേസായി. കാരണം എന്താ, പ്രസവിച്ചതിന് ശേഷം 37 കുട്ടീനെ കൊടുക്കൂലായിരുന്നു. പിന്നെ ഇതിന് അവകാശവാദങ്ങളും കാര്യങ്ങളും അത് വലിയ വിഷയമായി. ഏതായാലും പിന്നെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ഉൽപ്പാദനം അതിൽ പല രീതികളാണ്, പല വകുപ്പുകളാണ് ലോകത്തുള്ളത്. ഒന്ന്, ഇപ്പോൾ ചിലപ്പം ഭർത്താവിൻ്റെ മനീയ് ശുക്ലം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പ്രാപ്താവില്ല. ചിലപ്പോൾ ഭാര്യ അവളുടെ അണ്ടം ഒരു കുഞ്ഞിന് പിന്നെ ജന്മം നൽകാൻ പ്രാപ്താവില്ല. അല്ലെങ്കിൽ ഭാര്യയുടെ ഗർഭപാത്രം ഗർഭധാരണത്തിന് പര്യാപ്താവില്ല. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്യും, ചിലർ ഇപ്പോൾ നമുക്ക് മനീയ് ഉണ്ടാവണം. മനീയ് എന്ന് പറഞ്ഞാൽ ശുക്ലം, പിന്നെ അണ്ടം വേണം, പിന്നെ ഗർഭപാത്രവും വേണം, വേണ്ടേ? അപ്പോഴല്ലേ ഭ്രൂണം വളരുക. ഭർത്താവിൻ്റെ മനീയ് സ്വീകരിക്കും, ഭാര്യയുടെ അണ്ടവും സ്വീകരിക്കും. എന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യും? പിന്നെ ഒന്നുകിൽ പുറത്ത് സങ്കല്പിച്ചതിന് ശേഷം, ടെസ്റ്റ് ട്യൂബിൽ സങ്കല്പിച്ചതിന് ശേഷം ഇതിനെ വളർത്തും. അങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഭർത്താവിൻ്റെ മനീയ് പര്യാപ്താവില്ല, അപ്പോൾ വേറൊരാളുടെ മനീയ് ശുക്ലാണു സ്വീകരിക്കും. എന്നിട്ട് ഭാര്യയുടെ അണ്ടം സ്വീകരിക്കും. അതിനെ ടെസ്റ്റ് ട്യൂബിൽ സങ്കല്പിച്ചതിന് ശേഷം ഭാര്യയുടെ തന്നെ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യും? വളർത്തും, ഭ്രൂണത്തെ വളർത്തും. മനസ്സിലായി? ചിലപ്പോൾ ഭർത്താവിൻ്റെ ശുക്ലം ഓക്കെ ആയിരിക്കും, ഭാര്യയുടെ അണ്ടം ഓക്കെ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ ശുക്ലം മറ്റൊരു സ്ത്രീയുടെ അണ്ടം സ്വീകരിച്ചതിന് ശേഷം അതിനെ ടെസ്റ്റ് ട്യൂബിൽ സങ്കല്പിച്ചതിന് ശേഷം ഭാര്യയുടെ തന്നെ ഗർഭപാത്രത്തിൽ ഭ്രൂണത്തെ വളർത്തും. ചിലപ്പോൾ ഇത് രണ്ടും ഫെയിലായിരിക്കും. ഭർത്താവിൻ്റെ ശുക്ലവും ഭാര്യയുടെ അണ്ടവും ഫെയിലായിരിക്കും. അപ്പോൾ വേറൊരാളുടെ ശുക്ലാണു സ്വീകരിച്ച് വേറെ സ്ത്രീയുടെ അണ്ടം സ്വീകരിച്ച് അതിനെ സങ്കല്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഭാര്യയുടെ ഗർഭപാത്രത്തിൽ അതിനെ വളർത്തും, ഭ്രൂണത്തെ വളർത്തും. മനസ്സിലായില്ലേ? ഇങ്ങനെ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒന്നുകിൽ ഭർത്താവ് പരാജിതനായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ പരാജിതയായിരിക്കും. ഭാര്യയാകുമ്പോൾ ഒന്നുകിൽ അണ്ടത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ വിഷയത്തിൽ. മനസ്സിലായില്ലേ? ഇങ്ങനെ പിന്നെ ഇതിനെന്തുണ്ട്, കുറേ മുഖങ്ങളുണ്ട്. ചിലരെന്ത് ചെയ്യും? ഭർത്താവിൻ്റെ മനീയും ഓക്കെ ആയിരിക്കും, ഭാര്യയുടെ അണ്ടവും അതേപോലെ തന്നെ ഗർഭപാത്രവും ഫെയിലായിരിക്കും, പരാജയമായിരിക്കും. അപ്പം പക്ഷെ ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ട് എങ്കിൽ ഭർത്താവിൻ്റെ മനീയെ സ്വീകരിച്ച് ഇവളുടെ അണ്ടം സ്വീകരിച്ച് മറ്റേ ഭാര്യയാകുമ്പോൾ ഒരു അന്യ സ്ത്രീയുടെ വിഷയമല്ല, മറ്റൊരു സ്ത്രീ എന്നുള്ളതാണ്, മറ്റൊരു ഭാര്യ എന്നുള്ളതാണ്. മറ്റൊരു ഭാര്യയുടെ ഗർഭത്തിൽ ഭ്രൂണത്തെ വളർത്തും. ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് അതിൻ്റെ പിന്നെ ഈ പ്രായോഗികതയിൽ അതിൻ്റെ നിർമ്മാണത്തിൽ പല മുഖങ്ങളാണ് ശാസ്ത്രത്തിനുള്ളത്. മതവിധി നമ്മൾ ഇതിന്മേൽ എന്ത് എന്നുള്ളത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടേക്കാണ്. മതത്തിൽ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു സ്ത്രീ ആകണമെങ്കിൽ ഈ ബന്ധം ഉണ്ടാകണം. അതില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ശറഈ ആയിട്ടുള്ള മാതാവാവില്ല. അപ്പോൾ ഈ ഏർപ്പാട് എന്തായി? ഈ ഏർപ്പാട് പച്ച തോന്നിയാസായി, നിഷിദ്ധായി. അതേപോലെ തന്നെ മനീയെ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ പിതാവാകണമെങ്കിൽ ആ കുട്ടിക്കുള്ള തക്വീനും വിറാസത്തും ഈ വ്യക്തിയായിരിക്കണം. അതിനെന്ത് വേണം? ഈ വ്യക്തിയുടെ മനീയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സ്വീകരിക്കുന്നത് മറ്റൊരാളുടെ മനീയായിരിക്കും. ടെസ്റ്റ് ട്യൂബ് ശിശുവിന് അതുകൊണ്ട് തന്നെ ഇത്തരം രീതികളൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. കാരണം എന്താണ്? ബുദ്ധിപരമായിട്ടും അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ടും
മതപരമായിട്ടും ഒരിക്കലും ഈ രീതിയല്ല എങ്കിൽ ഒരാളുടെ അമ്മയും വാപ്പിയാവില്ല. അതുകൊണ്ട് നോക്കി, നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു വന്നപ്പോൾ അതിൻ്റെ പേരിൽ തമ്മിൽ തുടങ്ങി, അവകാശവാദം. പ്രസവിച്ചോള് പറയുകയാണെങ്കിൽ ഞാൻ തരൂല്ല, എൻ്റെ കുട്ടിയാണ്. മറ്റോള് പറയുകയാണ് നമ്മൾ ഇത്തിഫാക്കുണ്ട്, അണ്ടം എൻ്റേതാണ്. മനസ്സിലായില്ലേ? അതിനിപ്പോൾ പിന്നെ അത് വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് ഈ ശർഈയായ മതപരമായിട്ടുള്ളതായ വശമാണ്. പിന്നെ ഒരു വിഷയമുള്ളത്, ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. ഭാര്യൻ്റെ അണ്ടമാണ്, ഭർത്താവിൻ്റെ ശുക്ലമാണ്. പക്ഷേ ഭർത്താവിൻ്റെ ശുക്ലം അത് പിന്നെ ഫെലോപ്പിയൻ നാളിയിലൂടെ ചെന്ന് അണ്ടാശയത്തിൽ, അണ്ടമുണ്ടല്ലോ, അണ്ടത്തിലേക്ക് എത്താൻ പ്രാപ്തമല്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ കൗണ്ടിങ് കുറവാണ്. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ പിന്നെ കർമ്മശാസ്ത്രത്തിലൊരു മസാല പറയും. അതായത് അത് അണ്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ശുക്ലം പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യുക, അണ്ടത്തിലേക്ക് എത്തിക്കുക. ഭർത്താവിൻ്റെ ശുക്ലം തന്നെയാണ്. പക്ഷേ അതിനെന്ത് ചെയ്യാണ്, പുറത്തെടുത്തതിന് ശേഷം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ അണ്ടാശയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഏർപ്പാടുണ്ട്. അതാകാമോ? ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗർഭപാത്രത്തിൽ ഫെലോപ്പിയൻ നാളി ഈ പിന്നെ ശുക്ലത്തെ അണ്ടാശയത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാവില്ല. ഫെലോപ്പിയൻ നാളി എന്തായിരിക്കും, ചിലപ്പം പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ വലിപ്പം തുടങ്ങിയ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ശുക്ലാണു അവിടെ എത്തൂല, അണ്ടാശയത്തിലേക്ക് എത്തൂല, അണ്ടത്തിലേക്കും എത്തൂല. അങ്ങനെയാണ് എങ്കിൽ ഈ സ്ത്രീയുടെ അണ്ടം പുറത്തെടുത്ത് പുരുഷൻ്റെ ശുക്ലാണു അണ്ടത്തിലേക്ക് സങ്കല്പിച്ചതിന് ശേഷം ഭാര്യൻ്റെ തന്നെ ഗർഭത്തിൽ ഈ പിന്നെ അണ്ടത്തെ സങ്കല്പിച്ചതിന് ശേഷം വളർത്തുക. ഈ രണ്ട് രീതികൾ അതിനെക്കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യത്തേത് എന്താ നമ്മൾ പറഞ്ഞത്? പറഞ്ഞത് എന്താണ്? ഭർത്താവിൻ്റെ മനീയ് ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ അണ്ടത്തിന് കുഴപ്പമില്ല, ഗർഭപാത്രത്തിന് കുഴപ്പമില്ല, ഫെലോപ്പിയൻ നാളിക്കും കുഴപ്പമില്ല. പക്ഷേ ഭർത്താവിൻ്റെ ശുക്ലം എന്ത് ചെയ്യില്ല, ആ അണ്ടത്തിലേക്ക് എത്തൂല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടുള്ളൂ? വൈദ്യശാസ്ത്രം ഈ ശുക്ലത്തെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാകാമോ? അത് ആകാം, പക്ഷേ സൂക്ഷ്മത പുലർത്തണം, വളരെ സൂക്ഷ്മത പുലർത്തണം. കാരണം എന്താ, ഈ എത്തിക്കുന്നത് ഭർത്താവിൻ്റെ ശുക്ലമാണോ എന്നുള്ളത് ഉറപ്പാക്കണം. കാരണം വൈദ്യശാസ്ത്രം ഇന്നൊരു ഖിദ്മത്തിനേക്കാൾ വലിയത് തിജാറത്താണ്, സേവനം എന്നതിനപ്പുറം ഇന്ന് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രം ഈ മേഖലകളിൽ ഞങ്ങൾ ജയിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊയ്യാൻ വേണ്ടിയിട്ടും പല കളികൾ കളിക്കുന്നുണ്ട്. ടെസ്റ്റ് ട്യൂബ് ശിശു പുറത്തു വന്ന് ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേരിൽ പിന്നെ ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കിൽ 500,000 കുട്ടികൾ പിന്നെ പിതൃത്വമില്ലാത്തവരാണ്. ടെസ്റ്റ് ട്യൂബിലൂടെ കുട്ടികളുണ്ടായി. പക്ഷേ എന്തായി, DNA ടെസ്റ്റിലൂടെയും മറ്റൊക്കെ പല കുട്ടികൾ എന്തല്ല പിതാക്കന്മാരിലേക്ക് ചേർക്കാൻ പറ്റില്ല. കാരണം അന്യ പുരുഷന്മാരുടെ ശുക്ലം കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യണത്, ഇവരിത് വിജയിപ്പിച്ചത്. അങ്ങനെ ഇതിൽ കരിഞ്ചന്ത നടത്തി. കാരണം അവർക്ക് ബിസിനസ്സാണ്, പിന്നെ പേരാണ്, പ്രശസ്തിയാണ്, പൈസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രീതി അനുവദനീയം എന്ന് പറഞ്ഞപ്പോൾ ശർഈയായ മതപരമായിട്ടുള്ള സൂക്ഷ്മത വളരെ കണിശമാണ്. കാരണം ഒരു പിതാവാകണമെങ്കിൽ ഇതുണ്ടാകണം, ഉമ്മയാകണമെങ്കിൽ ഇതും വേണം. ഇവിടെ പ്രശ്നം ഉമ്മൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടെ ഭർത്താവിൻ്റെ ശുക്ലം തന്നെയാണോ ഗർഭപാത്രത്തിലേക്ക് സ്രവിപ്പിക്കുന്ന അല്ലെങ്കിൽ അണ്ടാശയത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെ വിശ്വസ്തരായ ഡോക്ടർമാർ, ഈ വിഷയത്തിൽ കണിശത പുലർത്തുന്നതായ ബിഷഗുരന്മാർ അവരായിരിക്കണം ഇത് നിർവഹിക്കേണ്ടത്. ശർഈയായ പിന്നെ മതപരമായ പിന്നെ വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ഇവരിത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞത് ഭർത്താവിൻ്റെ മനീന് പ്രശ്നം ഉണ്ടാവില്ല, ശുക്ലത്തിന് പ്രശ്നം ഉണ്ടാവില്ല, പെണ്ണിൻ്റെ ഗർഭപാത്രത്തിനും പ്രശ്നമല്ല. പ്രശ്നം എവിടെയാണ്?
ഫിലോപ്പിയൻ നാളിയിലാണ് പ്രശ്നം. അണ്ടത്തിനും പ്രശ്നമല്ല. പക്ഷേ ഒരിക്കലും ഫിലോപ്പിയൻ നാളി എന്ത് ചെയ്യൂല. അതേപോലെ തന്നെ അണ്ടവും പ്രശ്നം. അണ്ടത് സ്വീകരിക്കാൻ പ്രശ്നം, ഫിലോപ്പിയൻ നാളിയുടെ പ്രശ്നം. അങ്ങനെയാണ് എങ്കിൽ വൈദ്യശാസ്ത്രം ചെയ്യാറുള്ളത് എന്തെന്ന് വെച്ചാൽ അണ്ടത്തെ പുറത്തെടുക്കും, ശുക്ലത്തെയും പുറത്തെടുക്കും. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് ഇതിനെ സങ്കല്പിക്കും. എന്നിട്ട് ഭർത്താവിൻ്റെ മനീ തന്നെയാണ്, ഭാര്യയുടെ അണ്ടം തന്നെയാണ്. പക്ഷേ എന്നിട്ട് ഇതിനെ സങ്കല്പിക്കുന്നത് പുറത്ത് വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? ഗർഭപാത്രത്തിൽ അതിനെ ഭ്രൂണത്തെ വളർത്തും. അത് ആകാമോ? അതിനെ അനുവദിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം പറഞ്ഞതിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ, അതിനേക്കാൾ വലിയ വിഷയമാണ് സൂക്ഷ്മതയുടെ വിഷയത്തിൽ. കാരണം എന്താ? ഇതായിട്ടും ബന്ധപ്പെടുന്നുണ്ട്, ഇതായിട്ടും അത് ബന്ധപ്പെടുന്നുണ്ട്. അതിൽ തെറ്റി പിണഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ മനീൻ്റെ വിഷയത്തിൽ തെറ്റ് വന്നു പോയി. ഇപ്പോൾ ഉണ്ടല്ലോ ഈ രംഗത്ത് ഇന്ന്, പണ്ട് നമ്മൾ ബ്ലഡ് ബാങ്കുകളെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പോൾ ബെങ്കുൽ മനിയാണ്. എന്താ? ശുക്ലം വിൽപ്പന നടത്തുന്ന ബാങ്കുകൾ വരെയുണ്ട്. അത് കർമ്മശാസ്ത്രത്തിലൊരു വിഷയം കൂടിയാണ്. ശുക്ലത്തെ ഈ തെജ്മീദ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിന് ബിസിനസ് നടത്തുന്ന ഏർപ്പാട്. ഏതായാലും ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ഇതുമായിട്ടത് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഏതായിട്ടും ബന്ധപ്പെടുന്നുണ്ട്? ഇതായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ, നമ്മളെ ചതിക്കുകയില്ല, അതേപോലെ തന്നെ ഈ ഒരു മതപരമായിട്ടുള്ളതായ ബോധമൊക്കെ ഉള്ള വൈദ്യന്മാരാണ് അല്ലെങ്കിൽ ബിഷഗ്വരന്മാരാണ് ഈ ഒരു കൃത്യം നിർവഹിക്കുന്നത് എങ്കിൽ ഭർത്താവിൻ്റെ ശുക്ലാണു സ്വീകരിച്ച് ഭാര്യയുടെ അണ്ടത്തെ സങ്കല്പിച്ചതിന് ശേഷം അത് ഗർഭപാത്രത്തിൽ ഭാര്യയുടെ തന്നെ ഗർഭപാത്രത്തിൽ വിശ്വാസയോഗ്യമായ നിലക്ക് സൂക്ഷ്മതയിലാണ് നിർവഹിക്കുന്നത് എങ്കിൽ അതിന് വിലക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് എന്ത് ഈ ഒരു വിഷയം. അവിടെ ഗൗനിക്കേണ്ട ഒരു വിഷയം, ഈ വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് വന്നു പോയ അതൊരു ഖിദ്മത്ത് എന്നതിനേക്കാൾ അത് ഒരു തിജാറത്തിൻ്റെയും ഷുഹ്റത്തിൻ്റെയും, തിജാറത്ത് എന്ന് പറഞ്ഞാൽ ബിസിനസ്, ഷുഹ്റത്ത് എന്ന് പറഞ്ഞാൽ പ്രശസ്തി. അപ്പോൾ പേരെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പണത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല കളികൾ ഈ വിഷയത്തിൽ കളിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട് എങ്കിൽ ദമ്പതികൾ ചെയ്യേണ്ടത് എന്താണ്? ദമ്പതികൾ ചെയ്യേണ്ടത് ആ വിഷയത്തിൽ തങ്ങളുടെ വിഷയം അവതരിപ്പിച്ച് പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കണം. പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുകയും എന്നിട്ടൊരു നിലപാട് സ്വീകരിക്കുകയുമാണ് വേണ്ടത്. ക്ലോണിങ്ങിൽ സ്ത്രീയുടെ അണ്ഡാശയകോശം, അതിൽ ഏതൊരു ജീവിയുടെ രൂപവും നിറവും സ്വഭാവമൊക്കെയാണോ ഒരാൾ ആഗ്രഹിക്കുന്നത്, ആ ജീവിയുടെ ഒരു കോശമെടുത്ത് ആ കോശത്തിലെ ക്രോമോസോമുകളെ അതിനെ ന്യൂക്ലിയസിൽ നിന്നെടുത്തതിന് ശേഷം സ്ത്രീയുടെ അണ്ഡാശയത്തിലെ അണ്ഡാശയ കോശമെടുത്ത് ആ കോശത്തിലുള്ള ക്രോമോസോമുകളെ ഒഴിവാക്കിയിട്ട്, അതിലുള്ള ക്രോമോസോമുകളെ ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഏതൊരു ജീവിയുടേതാണോ ഏതൊരാളുടേതാണോ രൂപവും സ്വഭാവവും നിറമൊക്കെ നമ്മൾ ആഗ്രഹിക്കണം, അയാളുടെ കോശം എടുത്തിട്ട് അതിലെ ക്രോമോസോമുകൾ എന്ത് ചെയ്യും? ഈ സ്ത്രീയുടെ അണ്ഡാശയ കോശത്തിൽ എന്ത് ചെയ്യും? വിന്യസിക്കും, നടും. അതാണ് ക്ലോണിങ്. ക്ലോണിങ് എന്ന് പറഞ്ഞാൽ പൂള തുണീനൊക്കെ ക്ലോണിങ് എന്നാണ് പറയുക, നടുക എന്നുള്ളത്. ആ ക്രോമോസോം കൊണ്ടുവന്നിട്ട് ഇതിലത്തെ ക്രോമോസോം ഒഴിവാക്കിയിട്ട് ഇതിൽ നടുക. എന്നിട്ട് എന്ത് ചെയ്യണത്? ഈ കോശത്തെ വളർത്തുകയാണ് ചെയ്യുന്നത്, ഇതിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് എന്താ പറഞ്ഞത്? ക്ലോണിങ്. മനസ്സിലായി? അത് ശരിക്കും എന്താണ്? ശരിക്ക് കളിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് കൊണ്ടുള്ളതായ കളിയാണ്. അതിൽ കുറേ വിഷയങ്ങൾ വേറെയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്നുകൂടി ഡോക്ടർ വന്നിട്ട് നമുക്കൊന്നുകൂടി അതിനെ വിശദീകരിക്കപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞ്. ദീനിൽ അതിൻ്റെ അടിസ്ഥാന തത്വമാണ് എന്ത്? ദീനിൻ്റെ അടിസ്ഥാന തത്വമാണ് ആളുകളുടെ ദീന് സംരക്ഷിക്കുക, അതേപോലെ തന്നെ അഭിമാനം സംരക്ഷിക്കുക, സമ്പത്ത് സംരക്ഷിക്കുക, ശരീരം സംരക്ഷിക്കുക. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ബുദ്ധി സംരക്ഷിക്കുക. ഇതൊക്കെ ദീനിൻ്റെ അടിസ്ഥാന തേട്ടങ്ങളാണ്.
അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ നെസബ്, പിന്നെ തറവാട് ഉണ്ടല്ലോ, പൈതൃകം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ പൈതൃകം സംരക്ഷിക്കപ്പെടുക, അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ള ദീനിൻ്റെ അൽ മഖ്സദുൽ ഉദ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ അതെന്ത് ചെയ്യാണ് ചെയ്യണത്? പിന്നെ ഇത്തരം ഏർപ്പാടുകളിലൂടെ എന്താണ് അത് തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ വിഷയത്തിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു പറന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ സംശയമാണ്. നസബ് സംരക്ഷിക്കപ്പെടുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന വിഷയത്തിൽ, അതൊക്കെ ദീൻ്റെ അടിസ്ഥാനമാണ്. അതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവിടെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ വിഷയത്തിലും അതേപോലെ തന്നെ ഈ ക്ലോണിങ്ങിൻ്റെ വിഷയത്തിലും. ഏതായാലും പിന്നെ നമുക്ക് കുറേ മസ്അലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി മനസ്സിലാക്കാനുണ്ട്. ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിവിടെ പറഞ്ഞത് നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖറാറും മക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്. കൃത്രിമമായിട്ട് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശുവിലൂടെ അല്ലെങ്കിൽ ക്ലോണിങ്ങിലൂടെ ഉൽപ്പാദനം നടത്തുമ്പോൾ അത് ഈ ഖറാറും മക്കീനിലാണോ ആ ഉൽപ്പാദനം നടക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇൻ ഉമ്മഹാത്തുക്കും ഇല്ലല്ലായി വലദിനക്കും, ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി വലദിനഹും, അവരുടെ ഉമ്മമാർ അവരെ പ്രസവിച്ച സ്ത്രീകളാണ്, അവർക്ക് പ്രസവത്തിലൂടെ ജന്മം നൽകിയ സ്ത്രീകളാണ്. പക്ഷേ ക്ലോണിങ്ങിൽ അതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൽ അങ്ങനെ ഒരു അവകാശം പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതേപോലെ വിശുദ്ധ ഖുർആനിൽ പിതാക്കളുമായി ബന്ധപ്പെട്ട് ഉണർത്തിയതായ കുറേ ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊക്കെ അറിയിക്കുന്ന ആശയങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ളതായ ഏർപ്പാടുകൾ ഇത് എതിരാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ള വിഷയം അലക്കത്തുമായി ബന്ധപ്പെട്ട്, അലക്കത്ത് അത് നജസാണോ അതല്ല, അത് നജസത്താണോ അതല്ല താഹിറത്താണോ, മുദ്ഗത്ത് അത് നജസത്താണോ താഹിറത്താണോ. ഒരു സ്ത്രീ അലക്കത്ത് അതിൻ്റെ അവസ്ഥയിൽ ആയിരിക്കും അബോർഷനായി, മുദ്ഗത്തിൻ്റെ അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് അബോർഷനായി എങ്കിൽ ആ സ്ത്രീ നുഫസ പ്രസവിച്ച സ്ത്രീയെപ്പോലെ നിസ്കാരം ഒഴിവാക്കേണ്ടവളാണോ? അവളുടെ ബ്ലഡ് പിന്നീട് വരുന്നത് അത് നജസായ ഹൈദ് പോലെ നജസ അല്ലെങ്കിൽ നിഫാസ് പോലെ നജസായ ബ്ലഡാണോ തുടങ്ങിയ മസ്അലകൾ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭ്രൂണം അതിനെ ഒഴിവാക്കേണ്ടി വരികയാണ് എങ്കിൽ, ഭ്രൂണത്തെ ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥ വരികയാണ് എങ്കിൽ അത് എപ്പോഴാണ്, അതെങ്ങനെയാണ്? ഒരു സ്ത്രീ ബലാത്കാരത്തിന് ഇരയായി എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ത്രീ, അവൾ പതിവ്രതയായ സ്ത്രീയാണ്, അയാളെ ഒരു അന്യ പുരുഷനെ അതിക്രമിച്ച് കയറിയിട്ട് ബലാത്സംഗം ചെയ്തു. അവൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ എന്താണ്, അതിനെ ഒഴിവാക്കാൻ പറ്റുമോ, അതല്ല എന്താണ് അതുമായി ബന്ധപ്പെട്ട മസലകൾ. അതേപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുക്കൾ വികൃതമാണ്, വൈകൃതത്തിൽ വളരുകയാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു എങ്കിൽ ആ കുഞ്ഞിനെ ഹനിക്കാൻ പറ്റുമോ, അതല്ല എന്താണ് അതുമായി ബന്ധപ്പെട്ട മസലകൾ. ഇതേപോലെ ഒരാൾ തൻ്റെ ഭാര്യയെ നീ പ്രസവിക്കുന്നതോടുകൂടി മൊഴി ചൊല്ലപ്പെട്ടവളാണ്, നിൻ്റെ തലാക്കായി എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഭ്രൂണാവസ്ഥയിൽ അവൾക്ക് അബോർഷനായി, അല്ലെങ്കിൽ അലക്കത്തിൻ്റെ അവസരത്തിൽ അബോർഷനായി, അല്ലെങ്കിൽ മുതുകയുടെ അവസ്ഥയിൽ അബോർഷനായി എങ്കിൽ അവളുടെ തലാക്ക് സംഭവിക്കുമോ ഇല്ലേ? അതേപോലെ തന്നെ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് മരിച്ചു, അവൾ ധാരണത്തിൻ്റെ തുടക്കത്തിലാണ്, അവൾ ഈ നുത്ഫയുടെ ഹാലിൽ അല്ലെങ്കിൽ അലക്കയുടെ ഹാലിൽ അല്ലെങ്കിൽ മുതുകയുടെ ഹാലിൽ അവൾ അബോർഷനായി, അതോടുകൂടി അവൾ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ധരിക്കണമല്ലോ, അവളുടെ യുദ്ധ അവസാനിച്ചോ ഇല്ലേ തുടങ്ങി കുറേ കർമ്മശാസ്ത്ര മസാലകളുണ്ട് ഇൻഷാല്ല. അതുകൊണ്ടാണ് നമ്മളത് ഇൻഷാല്ല ഒരു ക്ലാസ്സിലേക്ക് നീട്ടിവെക്കണം, ആ മസാലകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇതിൽ ഇനിയൊരു മസാലയാണ്. അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, തൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്ത് നഷ്ടപ്പെടുത്തി, ബോധപൂർവം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മേലിൽ എന്ത് ചെയ്യും, ശിക്ഷ വിധിക്കും. എന്നിട്ട് അതിൻ്റെ ഹുറത്ത് ഈ കുട്ടിയെ അനന്തരം എടുക്കുന്നവർക്ക് വിധിക്കും. ആ കുട്ടിയെ അനന്തരം എടുക്കുന്നവർ വിധിക്കും, ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ. അതായത് അതെപ്പോൾ
നുത്തുഫത്തിൻ്റെയും അലക്കത്തിൻ്റെയും മുതുകത്തിൻ്റെയും അവസ്ഥ പിന്നിട്ടതിന് ശേഷം, അതായത് ഇന്ന അഹദക്കും ലയജ്മ ഖൽഖഹു ഫി ബത്നി ഉമ്മിഹി 40 ലൈലത്തൻ നുത്തുഫത്ത് സുമ അലക്കത്തൻ മിസ്ലദാലിക് സുമ മുതുകത്തൻ മിസ്ലദാലിക്. നിങ്ങളുടെ ഒരാൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞായി രൂപപ്പെടുന്നത് 40 ദിവസം നുത്തുഫയായിട്ടും 40 ദിവസം അലക്കയായിട്ടും 40 ദിവസം മുതുക ആയിട്ടാണ്. 120 ദിവസം പിന്നിടുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മ യബഅസുല്ലാഹുൽ മലക് ലിയൻഫുഖ ഫീഹി റൂഹ് ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്, മലക്ക് എന്ത് ചെയ്യും? അതിൽ റൂഹ് ഊതും. ഈ റൂഹ് ഊതിയതിന് ശേഷമാണ് നുത്തുഫയെ അല്ലെങ്കിൽ ഈ ജനീനിനെ ഹനിക്കുന്നത് എങ്കിൽ, അതിനെ എന്ത് ചെയ്യണത്, പിന്നെ അബോർഷൻ ആക്കുന്നത് എങ്കിൽ, അത് ബോധപൂർവമാണ് എങ്കിൽ അവരുടെ മേൽ ഹുറ വിധിക്കും. ഹുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ ശിക്ഷ ഇത് വിധിക്കും. മാത്രമല്ല ഈ ഫൈന് വിധിക്കും, ദിയ വിധിക്കും. മാത്രമല്ല ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരാണോ ഇത് ചെയ്യണത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ കഫാറത്തുണ്ട്. കഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക. മനസ്സിലായേ? അത് ആ വിധി ഉണ്ട് അതിൽ. പിന്നെ ഹുറ വേറെ, കഫാറത്ത് വേറെ. ഇതുള്ളതോടൊപ്പം ഇതുമുണ്ട്. പക്ഷേ അത് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.